ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മാത്സ് പഠിച്ചാലോ. അപ്പോൾ ഈ ഒരു മാത്സിൻ്റെ ആൻസർ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൺവേർട്ടിങ് ഫ്രാക്ഷൻസ് ടു പെർസെൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് 100%, ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് 100. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 7 ഡിവൈഡഡ് ബൈ 50. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കാണണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഔട്ട് ഓഫ് 100 എന്നല്ലേ. അപ്പോൾ 50 100ൽ എത്ര പ്രാവശ്യം പോകും? അപ്പോൾ 2 ടൈംസ് ആണ് പോകുന്നത്. അപ്പോൾ 7ഉം 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 14 കിട്ടും. അപ്പോൾ 14%. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 21 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ആണ്? അത് നമുക്ക് ഈസി ആയിട്ട് കാണാം. 25 എത്ര പ്രാവശ്യം 100ൽ പോകും? 4 ടൈംസ് ആണ് പോകുന്നത്. അപ്പോൾ 21നെ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 84% കിട്ടും. അപ്പോൾ 84 കിട്ടും. അതാണ് 84%. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 12 ഡിവൈഡഡ് ബൈ 20. 100ൽ എത്ര പ്രാവശ്യം പോകും? 5 ടൈംസ് ആണ് പോകുന്നത്. അപ്പോൾ ആ മുകളിലുള്ളതിനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 60 കിട്ടും. ആ 60%. 3 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 10 100 ആക്കാനായിട്ട് നമ്മളൊരു 0 കൂടി ചേർത്താൽ മതി. അപ്പോൾ ആ 3ക്കും ആ ഒരു 0 ചേർക്കാം. അപ്പോൾ 30% കിട്ടും. അപ്പോൾ ഇതേപോലത്തെ ഉള്ളത് വളരെ സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 5 ആണെങ്കിൽ അതിന് നമ്മൾ ആദ്യം ഒരു 0 ചേർത്ത് 50 ആക്കാം. അപ്പോൾ അങ്ങനെ ഒരു 0 മുകളിലും ചേർക്കണം. 4ൻ്റെ കൂടെ 0 ചേർക്കണം. അപ്പോൾ 40 ആവും. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 50 വന്നു. പിന്നെ നമുക്ക് അത് ഔട്ട് ഓഫ് 100 ആക്കാനായിട്ട് 50 100ൽ എത്ര പ്രാവശ്യം പോകും? 2 ടൈംസ് ആണ് പോകുന്നത്. അപ്പോൾ 40നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 80 കിട്ടും. അപ്പോൾ 80% ആവും. പിന്നെ 3/4 എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 3/4 അത് 75% ആണ്. 30 100ൽ 50 100ൽ 2 ടൈംസ് പോവും. അപ്പോൾ 13 മൾട്ടിപ്ലൈ ബൈ 2 26 ആവും. 26%. 8 അതേപോലെ 25 100ൽ 4 ടൈംസ് പോവും. 2 ടൈംസ് 4 8 ആകും. അപ്പോൾ 8% വരും. 20 100ൽ 5 ടൈംസ് പോവും. 9 ടൈംസ് 5 45%. 10 വരുമ്പോൾ അത് 100 ആക്കാൻ ഒരു 0 കൂടി ചേർക്കാം. അപ്പോൾ 8ൻ്റെ കൂടെ ഒരു 0 കൂടി ചേർത്താൽ 80% ആവും. പിന്നെ 5 അതേപോലെ 5ൻ്റെ കൂടെ ഒരു 0 ചേർക്കാം. 3യുടെ കൂടെ 0 ചേർക്കാം. 50 100ൽ 2 ടൈംസ് ആണ് പോകുന്നത്. 30